എല്ലാവർക്കും നമസ്കാരം. രേണുസുധിയുടെ വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തെ ആ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങളൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ അതേക്കുറിച്ച് സംസാരിക്കാനുണ്ട്. പക്ഷേ ഞാൻ ഒരു പോയിന്റ് പോലും സംസാരിക്കുന്നില്ല. അത് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടുത്ത വാക്കാണ്. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ മറുപടി കൊടുക്കില്ല എന്നുള്ളത്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു, ദയവ് ഒന്നും പറയണ്ട, പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തു. അപ്പോൾ അവർ തന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടൊരു മെസ്സേജ് ഒരു കമൻറ്റ് അയച്ചു. അതിന് ഞാൻ ആ കമൻറ്റ് കൊണ്ട് തന്നെ മറുപടിയും കൊടുത്തു. അതവിടെ അവസാനിപ്പിച്ചു. അതിനുശേഷം ഇന്നലെ വൈകുന്നേരം ഇവരുടെ പുതിയ ആൽബത്തിൻ്റെ ഡയറക്ടർ കുറച്ച് വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട്. പിന്നെ രേണുവിൻ്റെ കൂട്ടുകാരികളിൽ ഒരാളുടെ വീഡിയോ ആണ് നമ്മൾ ഇന്നലെ കണ്ടത്. മറ്റേ ആൾ ശ്രീതു എന്ന് പറയുന്ന കൂട്ടുകാരിയെ രേണു ഇന്നലെ തള്ളിപ്പറഞ്ഞു. ശ്രീതു എൻ്റെ ഫ്രണ്ടൊന്നുമല്ല. ഈ ഫ്രണ്ട് അല്ല എന്ന് പറഞ്ഞ രേണു തന്നെ കുറച്ച് കഴിഞ്ഞ് പറയുകയാണ്, ഞാൻ ഒരു വർക്കിനിടയിൽ വെച്ചാൽ പരിചയപ്പെട്ടത്, പിന്നെ ഫ്രണ്ടായതാണ്. എല്ലാവരും അങ്ങനെയല്ലേ ഫ്രണ്ടാവുന്നത്? എല്ലാവരും എപ്പോഴെങ്കിലൊക്കെ വെച്ച് പരിചയപ്പെടുമ്പോഴാണ് പിന്നെ അത് സൗഹൃദമായിട്ട് മാറുന്നത്. പക്ഷേ ശ്രീതു രേണുവിന് വേണ്ടി ഒരുപാട് വാദിച്ചിട്ടുണ്ട് പല ആൾക്കാരോടും. ഫേസ്ബുക്കിലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ ഒരുപാട് വീഡിയോകൾ രേണുവിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരാളെ തള്ളിപ്പറഞ്ഞ രേണു നാളെ ആരെയും തള്ളിപ്പറയാം. ഇപ്പോൾ കൂടെ നിൽക്കുന്നവരെയും തള്ളിപ്പറയാം. കാര്യം ഇതുവരെയുള്ള ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രേണുവിൻ്റെ ലൈഫിൽ തള്ളിപ്പറയലുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സഹായിച്ചവരെയൊക്കെ രേണു തള്ളിപ്പറഞ്ഞ ചരിത്രമേ ഉള്ളൂ. എന്നിട്ടും രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ചില ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് നിനക്കൊന്നും വേറെ പണിയിലിടന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ കാണണ്ടെന്നേ. കാണണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ടാൽ മതി. ഒരുപാട് ആളുകൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെടുത്ത് വെച്ച് സംസാരിക്കുന്നത്. അവർക്ക് ഒരു പക്ഷേ വീഡിയോയുടെ മുന്നിൽ ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് പറ്റാത്തത് കൊണ്ട് അവർ നമ്മളൊക്കെ ചെയ്യുന്ന വീഡിയോകളുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തും. അപ്പോൾ അവരുടെ വാക്കുകളായിട്ടാണ് അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളായിട്ടാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഓരോ കോണ്ടന്റും എടുത്ത് വെച്ച് സംസാരിക്കുന്നത്. അതിലൊരെണ്ണം മാത്രമാണ് രേണുസുധി എന്ന് പറയുന്നത്. ഈയിടെയായിട്ട് രേണു ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് സ്ഥിരമായിട്ട് ഈ ഒരു കോണ്ടന്റ് എടുക്കേണ്ടി വരുന്നു. മറ്റു വിഷയങ്ങൾ ചിലപ്പോൾ എടുക്കാൻ പറ്റാതെയും പോകുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. രേണുവിൻ്റെ സംവിധായികയ്ക്ക് മുന്നേ ഒരു ആൽബം ചെയ്തു, അതിനുശേഷം ഇപ്പോൾ ഈ വിവാദമായ ആൽബം, അതിൻ്റെ സംവിധായികയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആ കുട്ടി പേടിച്ചും തോന്നുന്നു. കാരണം ഒരുപാട് ആൾക്കാർ ആ കുട്ടിയെ ഏപ്പടത്തിൻ്റെ സംവിധായികയാണ് എന്ന പേര് വരെ ചാർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴേക്കും ആൾ വല്ലാണ്ട് പേടിച്ചു പോയെന്ന് തോന്നുന്നു. അതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു വെളിപ്പെടുത്തലുമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ വെളിപ്പെടുത്തൽ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഒരു ആങ്കറൊക്കെ നിന്ന് സംസാരിക്കുന്നുണ്ട്. നമസ്കാരം. ഇത് നമ്മുടെ വൈറൽ താരം രേണുസുധിയെ വെച്ചിട്ട് ഇപ്പൊ പുതിയ ആൽബം ഇറക്കിയിരിക്കുന്ന ആളാണ്. ഇപ്പൊ കുറെ കോൺട്രവേഴ്സി ആദ്യം ഒരു മന്ദാരച്ചേലി എന്ന് പറയുന്ന ഒരു ചെപ്പല്ലേ, മന്ദാരച്ചേലി, അങ്ങനെ ഒരു ആൽബം ഇറക്കി, അത് വൈറലായി. അത് കഴിഞ്ഞപ്പോ വീണ്ടും രേണുസുധിയെ വെച്ചിട്ട് ഒരു പുതിയ ആൽബം കള്ളിപ്പെണ്ണും കള്ളും കുപ്പിയും, അങ്ങനെ അതിന്റെ വിഷ്വൽസ് എന്നും പറഞ്ഞിട്ട് കുറെ വിഷ്വൽസ് യൂട്യൂബേഴ്സ് പുറത്തു വിട്ടിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ആ ആൽബത്തിന്റെ വിഷ്വൽസ് അല്ല. അതിൽ 1-2 മാത്രമേ ഉള്ള ആൽബത്തിനുള്ളിൽ ഇൻക്ലൂഡ് ആവുന്ന വിഷ്വൽസ്. അതെല്ലാം അല്ല, ഇൻക്ലൂഡ് ആവുന്ന വിഷ്വൽസ്. അപ്പം അതില് പലർക്കും അതൊരു എന്താ പറയാ, പല വ്ളോഗേഴ്സും അതൊരു തെറ്റായ ധാരണയിലേക്ക് പൊതുസമൂഹത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒരു ഏപ്പടം മോഡല് അവർ ഇറക്കിയിരിക്കുന്നതാണ്. ശരിക്കും ഒരു ബി ഗ്രേഡ് പിന്നെ ആൽബം ആണ് എന്നുള്ള രീതിയിലേക്ക് തരം താഴ്ത്തിയിരിക്കുന്നതാണ്. പക്ഷേ ആങ്കർ ചേച്ചി, ഇത് ചേച്ചി ആങ്കർ ആട്ടോ, ഈ ഒരു RJ ലച്ചു സംവിധായിക ഡയറക്ടർ, അവരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ വന്ന ആങ്കറാണ്. പക്ഷേ ഉത്തരം മുഴുവൻ പറയുന്നത് ഈ ആങ്കർ ചേച്ചിയാണെന്ന് മാത്രം. എന്തെങ്കിലും ആയിക്കോട്ടെ, അത് അവരുടെ കാര്യം പറയാൻ വേണ്ടിയാണല്ലോ. ചിലപ്പോൾ ആ കുട്ടിക്ക് പറയാനുള്ളൊരു ധൈര്യം ഉണ്ടാവില്ലായിരിക്കും. അതുകൊണ്ട് ഇവരോട് പറഞ്ഞിട്ട് ഇവർ പറയുന്നതായിരിക്കാം, വാട്ട് എവർ. അപ്പോൾ ഇവർ പറയുന്ന രീതിയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ വ്ളോഗേഴ്സ് ഇതിനെ ഒരു A ഗ്രേഡ് മൂവി അല്ലെങ്കിൽ ഒരു ആൽബമായിട്ടൊക്കെ ചിത്രീകരിച്ചു. അതിൻ്റെ വിഷ്വൽസ്, നിങ്ങൾ പുറത്ത് വിട്ട വിഷ്വൽസ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള വിഷ്വൽസ് അല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഏത് ആൽബത്തിനാണ് ബിഹൈൻഡ് ദ സീൻസ് ഒരുപാടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ബിഹൈൻഡ് ദ സീൻസ് എന്ന് പറയുന്നത് ആൽബവുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളായിരിക്കും, വിഷ്വൽസ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ എന്താ ചെയ്തേക്കുന്നത്? പല ആൽബങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്, ബിഹൈൻഡ് ദ സീൻസ് ഒരുപാട് പേര് പുറത്തു വിട്ടിട്ടുണ്ട്. പക്ഷേ ഒരു ആൽബവും ഇമാതിരി, ഈ ആൽബം എന്ന് പറയുന്നത് തന്നെ അത് നമുക്ക് കാണാൻ രസമുള്ള വിഷ്വൽസ് ആയിരിക്കും, പാട്ടുകളായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഈ പറയുന്ന മന്ദാരച്ചലായിക്കോട്ടെ, ഈ പുതിയ ആൽബം ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ബിഹൈൻഡ് ദ സീൻ വിഷ്വൽസ് കണ്ടു കഴിഞ്ഞാൽ അത് ഒരു ഏപ്പടം മൂഡ് തന്നെയാണ്. അതിന് യാതൊരു സംശയമുണ്ട്. അത് ആരും തെറ്റിദ്ധരിച്ചൊന്നുമല്ല. ആ വിഷ്വൽസ് കണ്ടിട്ടാണ് ആൾക്കാർ റിയാക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പുറത്തുവിട്ട വിഷ്വൽസ് നിങ്ങൾ തന്നെയാണല്ലോ പുറത്തുവിട്ടത്, അല്ലാണ്ട് വേറെ ആരും വന്ന് ഒപ്പിയെടുത്തതൊന്നുമല്ലല്ലോ. നിങ്ങളുടെ അനുവാദത്തോടെ നിങ്ങളുടെ ആൽബത്തിലുള്ള സീൻസാണെന്ന് നിങ്ങൾ പറഞ്ഞു. ബാക്കി പറ. അവിടെയാണ് റീച്ചിന് വേണ്ടിയുള്ള കളികളുള്ളത്.
നമുക്കതൊന്ന് കേട്ടു നോക്കാം. അങ്ങനെയല്ല, നോർമലി ഇവരുടെ ഒരു ഹൈപ്പിന് വേണ്ടിയിട്ട് ഇവർ കുറച്ച് മീഡിയക്കാരെ ഇവരുടെ നായിക വിളിച്ചു വരുത്തിയ പ്രകാരം ആ വിഷ്വൽസ് പുറത്തു വന്നതാണ്. കേട്ടല്ലോ, ഇവരുടെ ഹൈപ്പിന് വേണ്ടി ഇവരുടെ നായിക വിളിച്ചു വരുത്തിയ മീഡിയക്കാർ പുറത്തുവിട്ട വിഷ്വൽസ് ആണ്. ഈ നായികയുടെ ഹൈപ്പിന് വേണ്ടിയാണോ അതോ ഈ ആൽബത്തിന്റെ ഹൈപ്പിന് വേണ്ടിയാണോ എന്നുള്ളത് വ്യക്തമല്ല. കാരണം ഇവർ തന്നെ പറയുന്നുണ്ട്, ആ ആൽബത്തിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ആണ് മറ്റേ കുട്ടനാടൻ കായലിലെ ആ പാട്ടൊക്കെ ഈ രേണുവിനെ മറ്റേ 3 പേര് എടുത്ത് പൊക്കി പാടുന്ന പാട്ടുണ്ടല്ലോ, അമ്മാനമാടി പാടുന്ന പാട്ടുണ്ടല്ലോ, അതൊക്കെ പുറത്തു വിട്ടത് അവരുടെ ഇഷ്ടപ്രകാരമാണ്. രേണുവും ഈ ദാസ് എന്ന് പറയുന്ന ആളും, ദാസേട്ടെന്ന് വിളിക്കാൻ തോന്നുന്നില്ല, ദാസൻ എന്ന് പറയുന്ന ആളും പിന്നെ പ്രജീഷും അതുപോലെ അക്ഷയും, ഇവർ 3 പേര്, ഇവർ 4 പേരുടെയും കൂടെ പ്ലാനിങ് ആയിരുന്നു അങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്നുള്ളത്. അത് ഈ ആൽബവുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് അതൊന്ന് കേൾക്കാം. ശരിക്കും അവരുടെ ആൽബത്തിലെ അല്ല അത്. അപ്പൊ ഈ ഇദ്ദേഹം പറയുന്നത്, RJ ലച്ചു പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾക്ക് പുറത്തേക്ക് ആ ഒരു ആൽബം വന്നു കഴിഞ്ഞാൽ നല്ലൊരു വിഷ്വൽ ആയിരിക്കും, നമ്മളുടെ ജനങ്ങൾക്ക് ഒരു നല്ലൊരു, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ലൊരു വിഷ്വൽ ആയിരിക്കും എന്നുള്ളൊരു വാഗ്ദാനമാണ് ഇപ്പൊ നൽകിയിരിക്കുന്നത്. RJ ലച്ചുവിന്റെ ഷൂട്ടിനിടയിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കൊടുദാസേട്ടാ, ഉമ്മ കൊടുദാസേട്ടാ, ചേർത്ത് നിർത്ത് ദാസേട്ടാ. ദാസേട്ടന് രേണുവിനെ ചേർത്ത് നിർത്തിയിട്ട് അവിടെ ഒരു പേപ്പർ കടത്താനുള്ള സ്പേസ് പോലും ഇല്ല ഇവർക്കിടയിൽ. പിന്നെയും പറയാം അങ്ങോട്ട് ചേർത്ത് നിർത്ത് ദാസേട്ടാന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ, ഈ വിഷ്വൽസ് ആണല്ലോ പുറത്ത് പോയത്, ഇത് നിങ്ങളുടെ ആൽബത്തിനകത്തുള്ളതല്ലേ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ, ഇതൊക്കെ കാണുമ്പോൾ അതൊരു എ പടം ആണ് അല്ലെങ്കിൽ എ പടത്തിൻ്റെ മൂഡിലുള്ള ആൽബമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. നിങ്ങൾ എന്താണോ പുറത്ത് വിടുന്നത് ആ വിഷ്വൽസ് വെച്ചിട്ടാണ് ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നത് നിങ്ങളൊരു പ്രോജക്റ്റിനെ. ഇപ്പോൾ RJ ലച്ചുവിന് അതൊരു എ പടമാക്കി അല്ലെങ്കിൽ എ സീരീസ് ഉള്ള ഒരു ആൽബമാക്കി മാറ്റാൻ താല്പര്യമില്ലെങ്കിൽ ഇത്തരം വിഷ്വൽസ് പുറത്ത് വിടരുത്. ബിഹൈൻഡ് ദ സീൻസ് എന്ന് പറഞ്ഞ് പുറത്ത് വിടരുത്. നല്ല സീൻസ് മാത്രം പുറത്ത് വിടുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആൾക്കാരൊന്നും അഭിപ്രായം പറയാനും പാടില്ല. നിങ്ങൾക്ക് എന്നാൽ എല്ലായിടത്തും പുറത്ത് വിടുകയും വേണം. അത് നടക്കുന്ന കാര്യമാണോ സോഷ്യൽ മീഡിയ ഉള്ള ഈ കാലത്ത്? അത് അവര് തന്നെ പറയട്ടെ. തീർച്ചയായിട്ടും. കാരണം ഈ പറഞ്ഞ ആൽബത്തില് ഇവിടെ വിഷ്വൽ ഉണ്ട്, പുറത്ത് വിഷ്വൽ ഉണ്ടെന്ന് പറഞ്ഞ വിഷ്വൽ ഒന്നും പുറത്തില്ല. രണ്ട് സീൻ എടുത്ത് പുറത്ത് കിടപ്പുണ്ട്. സീൻ പുറത്ത് കിടക്കുന്ന നമ്മുടെ ഇതിൽ തന്നെയാണ്, അവര് അണ്ടറിൽ തന്നെയാണ് മീഡിയാസ് ഇട്ടേക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള സീനുകളൊന്നും ആൽബത്തിലെ വിഷ്വൽസ് അല്ല. പിന്നെ എന്തിന് നിങ്ങൾ എടുക്കാൻ സമ്മതിച്ചു, ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചു? നിങ്ങളുടെ ലൊക്കേഷനാണ്, നിങ്ങളുടെ ക്യാമറാമാനാണ്. അപ്പോൾ അതൊക്കെ എന്തിന് പുറത്തുവിടാൻ സമ്മതിച്ചു? അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എടുത്തേ പറ്റുള്ളൂ. നിങ്ങളുടെ ലൊക്കേഷനിൽ വെച്ചുണ്ടാകുന്ന എന്ത് പ്രശ്നമാണെങ്കിലും, അത് ബിഫോർ ആൽബം ഷൂട്ട് ഓർ ആഫ്റ്റർ ആൽബം ഷൂട്ട്, എന്ത് വിഷ്വൽ ആണെങ്കിലും അത് പുറത്ത് പോകുമ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് തന്നെയല്ലേ. ഇനി നിങ്ങളുടെ നായികയ്ക്ക് അങ്ങനെ ഒരു വീഡിയോ വേണമെങ്കിൽ അതിന് നിങ്ങൾ പെർമിഷൻ കൊടുക്കേണ്ടതല്ലേ. അതിന് നിങ്ങളൊരു ന്യായീകരണം പറയുന്നുണ്ട്. എൻ്റെ ഷൂട്ട് പാക്കപ്പ് ആയതിനു ശേഷമാണ്, നിങ്ങൾ പാക്കപ്പ് പറഞ്ഞതിന് ശേഷമാണ് ആ റീൽ ഷൂട്ട് ചെയ്തതെന്ന്. അത് നിങ്ങളുടെ ആൽബത്തെ ബാധിക്കുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? അത് ചെയ്യരുതെന്ന് വിലക്കണമായിരുന്നു. അറ്റ്ലീസ്റ്റ് ആ ആൽബം ഇറങ്ങുന്നത് വരെയെങ്കിലും ആ വിഷ്വൽസ് പുറത്ത് പോരുതെന്ന് വിലക്കണമായിരുന്നു. നിങ്ങളത് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാം ചെയ്ത് വെച്ചിട്ട് പിന്നെ ആരും എന്നെ ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് വന്ന് കരഞ്ഞൊരു കാര്യമുണ്ടോ? എന്തായാലും ബാക്കി പറ, കേൾക്കട്ടെ. റീൽ എടുത്താണ്, പ്രൊമോഷൻ വീഡിയോസ് എടുത്തേക്കുന്നതാണ്. അതില് വർക്ക് ചെയ്യാൻ വിളിച്ചു എന്ന ബേസിൽ എനിക്ക് അവരെ എന്റെ അടിമയാക്കി നിർത്താൻ പറ്റില്ല. അടിമയാക്കി നിർത്തണ്ട. പക്ഷെ അവര് നിങ്ങളുടെ ലൊക്കേഷനിൽ നിങ്ങളുടെ പ്രോജക്റ്റിന്റെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് നിന്നിട്ട് ചെയ്യുന്ന ഒരു ഷൂട്ട്, അത് എപ്പോൾ പുറത്ത് പോകണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. മനസ്സിലായോ? നിങ്ങൾക്ക് അവരോട് പറയാം, നിങ്ങൾ ഇതിപ്പോൾ പുറത്ത് വിടരുത്. നമ്മുടെ ആൽബം റിലീസ് ആയതിനു ശേഷം നിങ്ങളിത് പുറത്ത് വിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കോസ്റ്റ്യൂം, നിങ്ങളുടെ ഹിഡൻ സംഭവങ്ങളൊക്കെ പുറത്ത് പോകും, എന്താണ് ഈ ആൽബത്തിൻ്റെ ത്രെഡ് എന്നൊക്കെ കാര്യങ്ങൾ പുറത്ത് പോകും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് തടയാമായിരുന്നു. നിങ്ങളത് തടഞ്ഞില്ല. അപ്പം നിങ്ങളും അതൊരു പ്രൊമോഷനായിട്ട് കണ്ടു. പക്ഷേ ആളുകൾ എടുത്തിട്ട് എയറിൽ കയറ്റിയപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റ് മനസ്സിലായി, ഇപ്പോൾ വന്നിരുന്ന് മെഴുകുന്നു. ഇതാണ് സംഭവം. എന്തായാലും നിങ്ങൾ പറഞ്ഞു, രേണു സുധിയും കൂട്ടുകാരും കൂടെ ചേർന്നിട്ട് അവരുടെ പ്രൊമോഷന് വേണ്ടിയാണോ നിങ്ങളുടെ പ്രൊമോഷന് വേണ്ടിയാണോ എന്നുള്ള വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. നിങ്ങളുടെ ആൽബത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയാണോ അതോ ഈ 4 ആർട്ടിസ്റ്റുകളുടെ പ്രൊമോഷന് വേണ്ടി, ആർട്ടിസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ എനിക്കറിയില്ല കേട്ടോ, അവരുടെ പ്രൊമോഷന് വേണ്ടിയാണോ എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തത നിങ്ങൾ വരുത്തിയിട്ടില്ല. ബാക്കി എന്റെ ലൊക്കേഷൻ ആ ഷാപ്പ് പാക്കപ്പ് ആയ സമയത്താണ് ആ വീഡിയോ എടുത്തേക്കുന്നത്. അപ്പം ലൊക്കേഷൻ ഒരു റീൽസ് ആയിരുന്നു അത്. ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന കുട്ടനാടൻ ഒരു ഇപ്പൊ രേണുസുദിനപ്പോ ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നുണ്ട് ആ വീഡിയോ വെച്ചിട്ട്. ഒരുപാട് സെക്സ് കണ്ടന്റ് ഒരുപാട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അങ്ങനെ ചിന്തിച്ച് കാണുന്നവർക്കല്ലേ അത് ആവുന്നുള്ളൂ. അതെ അതെ, ആരും അങ്ങനെ ചിന്തിച്ച് കാണാൻ പാടില്ല, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. എടുത്തിട്ട് അമ്മാനം ആടുന്നതും അല്ലെങ്കിൽ എന്താ പറയുക, കാണുന്നവരുടെ പ്രശ്നമാണല്ലോ അല്ലേ. നിങ്ങൾ പുറത്ത് വിട്ടതിൻ്റെ പ്രശ്നമല്ല, കാണുന്നവരുടെ കുഴപ്പമാണ്. ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഈ ആ ലൊക്കേഷനിൽ വെച്ചിട്ട് ബാക്കി നടന്ന കലാപരിപാടികളോ? ഷൂട്ട് കഴിഞ്ഞു, റീലെടുത്തു, അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നടന്ന കലാപരിപാടിയോ? അത് എന്തിനു വേണ്ടിയാണ് പുറത്ത് വിട്ടത്? ഈ ചെവിയിൽ രഹസ്യം പറയുന്നതും എന്തൊക്കെയായിരുന്നു? അത് എടുത്ത് പറയാൻ പോലും നമുക്ക് ലജ്ജയാണ്. ഒരു
10-50 പേര് നിക്കുന്നിടത്ത് അങ്ങനെ നടക്കുക സംഭവം. മീഡിയാസ് ഞങ്ങളെ കാണാൻ വന്ന ബാക്കിയുള്ള ആൾക്കാർ ഇവരെല്ലാം നിക്കില്ലേ. അത് വീഡിയോ വിഷ്വലി റീല് പ്രൊമോഷൻ എടുത്ത സാധനം. അതൊരു പ്രൊമോഷൻ റീലായിരുന്നു എന്നാണ് ഇവര് പറയുന്നത്. അത് വിഷ്വൽസ് ഒരിക്കലും അത് പ്രൊമോഷന് വേണ്ടി എടുത്തത്, അതും അതായത് അഭിനേതാക്കളുടെ ഇഷ്ടപ്രകാരം അവരെടുത്തെന്നാണ് പറയുന്നത്. അഭിനേതാക്കളുടെ ഇഷ്ടപ്രകാരമാണ്, എൻ്റെ ഇഷ്ടപ്രകാരമല്ല എന്നാണ് സംവിധായിക പറയുന്നത്. ഇനി ഈ വിഷയത്തിൽ രേണുവിൻ്റെ കൂട്ടുകാരി വന്നിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ സംവിധായികനെ അറഞ്ചം പറഞ്ചം ഏറെ കയറ്റിക്കൊണ്ട്. നീ എവിടുത്തെ സംവിധായികയാടി, ഞാനും ഒരുപാട് വീഡിയോകൾ അല്ലെങ്കിൽ പ്രോജക്റ്റുകൾ അസിസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്, ഇത് വെറും പടത്തിൻ്റെ മൂഡിലാണ് സംഭവമാണെന്നൊക്കെ പറഞ്ഞത് രേണുവിൻ്റെ കൂട്ടുകാരി തന്നെയാണ്, നമ്മളാരും അല്ല. രേണുവിൻ്റെ ഉറ്റ ചങ്ങാതി ഇന്നലെയും വന്നിരുന്ന് പറയുന്നുണ്ടായിരുന്നു, ചേച്ചി എൻ്റെ ഫ്രണ്ടാണ്, പക്ഷെ മറ്റുള്ള എൻ്റെ ഫ്രണ്ട് അല്ല എന്ന് പറഞ്ഞ് ആ ഫ്രണ്ട് തന്നെയാണ് പബ്ലിക്കായിട്ട് വീഡിയോയിൽ വന്ന് പറഞ്ഞത്, നീ ഇതിലും ഭേദം പടം എടുക്കുന്നതാണ് എന്ന് പറഞ്ഞത്. നമ്മളാരുമല്ല അത് കൂടുതൽ പറഞ്ഞത്, രേണുവിൻ്റെ നിങ്ങളുടെ നായികയുടെ കൂട്ടുകാരി തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതേക്കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ബാക്കി അവര് തമ്മിൽ ഇപ്പം ലൊക്കേഷനിൽ കുറച്ച് തിരക്ക് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ ഷൂട്ടൊക്കെ തുടങ്ങാം. അപ്പൊ ആ ഒരു ഫ്രീ ടൈമിൽ എടുത്ത റീലാണ്. ഫ്രീ ടൈം അല്ല, ആ ലൊക്കേഷൻ പായ്ക്കപ്പിന്റെ സമയത്ത് എടുത്ത റീലാണ്. എന്തായാലും ഈ ചോദിച്ച ചേട്ടൻ RJ ലച്ചുവിൻ്റെ ക്യാമറാമാൻ ആണോ അല്ലെങ്കിൽ ആങ്കർ ആണോ? ആക്ച്വലി ചോദിക്കുന്നത്, എനിക്ക് ഈ വോയിസ് നല്ല പരിചയമുണ്ട്. രേണുവിൻ്റെ കൂടെ നടന്ന ഒരു ചോദ്യം ചോദിക്കുന്ന നടത്തുന്നുണ്ടല്ലോ, അവൻ്റെ അതേ വോയിസാണ് എനിക്കിതും തോന്നുന്നത്. അപ്പോൾ ഇതിൽ ആരാണ് വന്നിരുന്ന് മെഴുകുന്നത്, ആരെയാണ് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ പ്രേക്ഷകർ തന്നെ മനസ്സിലാക്കിക്കോളൂ. എന്തായാലും ഒരു സൈഡിൽ കൂടി വിവാദം ഉണ്ടാകുന്നു, അടുത്ത സൈഡിൽ കൂടി വെളുപ്പിക്കൽ നാടകം നടക്കുന്നു. ഇതാണ് ഇവരുടെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നടന്ന കാര്യവും വെളുപ്പിക്കൽ തന്നെയാണ്, പക്ഷേ അങ്ങോട്ട് വെളുത്തില്ല, കൂടുതൽ കറുക്കുകയാണ് ഉണ്ടായതെന്ന് മാത്രം. നമുക്ക് ഇനി ശ്രീധുവിന് എന്താണ് പറയാനുള്ളത്? ഞാൻ കുറച്ച് പോർഷൻ മാത്രം വയ്ക്കാം, 18 മിനിറ്റുള്ള വീഡിയോ ആണ്, കുറച്ച് പോർഷൻ വയ്ക്കാം. ശ്രീധു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ശ്രീധുവിന് നന്നായിട്ട് ഹേർട്ടായിട്ടുണ്ട് ആ കാര്യം. അതായത് കൂടെ നിന്ന് നമുക്കായാലും തോന്നില്ലേ, നമ്മളൊരാളെ അത്രമാത്രം ആത്മാർത്ഥമായിട്ട് ഒരു സൗഹൃദം ഉണ്ടായിട്ട് ഒരു സുപ്രഭാതത്തിൽ അയാൾ പറയുവാണ്, അതായത് അയാൾക്ക് വേണ്ടി നമ്മൾ എന്തും കേൾക്കാൻ തയ്യാറായിരുന്നു. തെറിയാണെങ്കിൽ ഇഷ്ടംപോലെ ശ്രീധു കേട്ടിട്ടുണ്ട്. ഇത്രയും കേട്ടിട്ടും ആ വ്യക്തി പറയുവാണ്, അവൾ എൻ്റെ ഫ്രണ്ടൊന്നും അല്ലായിരുന്നു, അവൾ പിന്നെ എൻ്റെ ഫ്രണ്ടായതാണ്, അവൾ ഞാനോട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല എന്ന് ഈ സുഹൃത്ത് എന്ന് കരുതിയിരുന്ന ആൾ പറയുമ്പോൾ ഉറപ്പായിട്ടും വിഷമം ഉണ്ടാവും. ആ വിഷമമാണ് ശ്രീധു വന്നിരുന്ന് വീഡിയോയിൽ പറഞ്ഞത്. പക്ഷേ ഈ വീഡിയോയ്ക്കകത്ത് ശ്രീധു വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. എവിടെയൊക്കെ തൊടാത്ത കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് വെച്ച് പോകുന്നത് മാത്രമേ ഉള്ളൂ. ആ വീഡിയോ ശരിക്കും ശ്രീധു പറഞ്ഞിരിക്കുന്നത് രേണുവിന് വേണ്ടിയും രേണുവിൻ്റെ ഫാമിലിക്ക് വേണ്ടിയും, അതായത് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയും. അതിലും ഡാനിയും ശ്രീധുവുമായിട്ടൊരു കോൾഡ് വാർ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനെനിക്ക് ശ്രീധുവിനോടൊരു എതിർപ്പുള്ളത്, അതുലിൻ്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ശ്രീധു ഒരു പോസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര മോശമായിപ്പോയി. കാരണം നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കണമായിരുന്നു. അതല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അയാളുടെ ഫോട്ടോ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇയാളെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ അതൊരു മോശം പരിപാടിയാണ് എനിക്ക് തോന്നിയത്. ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അതിൻ്റെ താഴെയും കുറേയധികം നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അതിൻ്റെ മറുപടിയായിട്ട് അതിൽ ഇന്നലെ വന്നിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, തിരിച്ച് ശ്രീധുവിനെ കുറേ തെറിയൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാൻ ഈ പറയുന്ന തെറി പറച്ചിലിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല, എനിക്കതിനോട് യോജിപ്പില്ല. അത് പിന്നെ അവരുടെ യൂണിവേഴ്സുള്ള കാര്യങ്ങളാണ്. അവർ 3 പേരും കൂടെ എന്താ വെച്ചാൽ അത് സംസാരിച്ച് തീർക്കട്ടെ, നമുക്ക് അതിനോടൊന്നും അഭിപ്രായമില്ല. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലാണെന്ന് തോന്നുന്നു ആ ഫോട്ടോ ഇട്ടത്. ആ ഫോട്ടോ ഇട്ടിട്ട് ഈ ഒരു അഭിപ്രായം, ഒരു വോട്ടെടുപ്പ് നടത്തിയതിനോട് എനിക്ക് യോജിപ്പില്ല. എനിവേ ശ്രീധു പറയുന്ന കുറച്ച് കാര്യങ്ങൾ അത് നമുക്കൊന്ന് കേൾക്കാം. സത്യം പറഞ്ഞാൽ രേണുവിന്റെ ഇന്നത്തെ വീഡിയോ വന്നതിന് ശേഷം എനിക്ക് കുറച്ച് കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ സപ്പോർട്ടായിട്ട് നിന്നതിന്. കാരണം ഈ ഒരു വീഡിയോ രേണുവിന്റെ ശ്രീധു എൻ്റെ ഫ്രണ്ട് അല്ല എന്ന് എടുത്തടിച്ച് പറയുന്ന ആ ഒരു വീഡിയോ ഇവർ കണ്ടപ്പോൾ ഇവർക്ക് എന്ത് ചെയ്തു, പെട്ടെന്ന് വിഷമായി. ഇത്രയും ദിവസം രേണുവിനെ സപ്പോർട്ട് ചെയ്തൊരു കുട്ടിയല്ലേ കുട്ടി ഇങ്ങനെ പറഞ്ഞത് എന്നുള്ള ആ ഒരു മൈൻഡ് പോയിട്ട് അവര് എന്നെപ്പറ്റി ചിന്തിച്ചു. അങ്ങനെയാണെങ്കിൽ ശ്രീധു ഇത് കേൾക്കുമ്പോൾ അവൾക്ക് എന്തായിരിക്കും അവളുടെ അവസ്ഥ, അവളുടെ ആ ഒരു സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ശരിക്കും പറഞ്ഞവർ വിളിച്ചത്. അപ്പോൾ വിളിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറഞ്ഞിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. ശരിക്കും പറഞ്ഞാൽ രേണു ഇങ്ങനെ പറയുന്നത് എനിക്കറിയായിരുന്നു. രേണു ഇങ്ങനെ പറയും എന്ന് എനിക്കറിയായിരുന്നു. അതിൽ 2 കാര്യം ഞങ്ങൾക്കിത് പണ്ടേ അറിയായിരുന്നു. ഞങ്ങളിത് പലപ്പോഴും പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ തള്ളിപ്പറയുന്നൊരു സമയം വരും. കാരണം രേണുവിൻ്റെ ചരിത്രം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രേണുവിൻ്റെ ചരിത്രം അങ്ങനെയാണ്. സഹായിച്ചവരെ ഒക്കെ തള്ളിപ്പറഞ്ഞ ചരിത്രം മാത്രമേ രേണുവിനുള്ളൂ. ഒരു നിമിഷം പോലും അവരെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്തിട്ടില്ല. പണ്ട് സുധി ജീവിച്ചിരുന്ന സമയത്ത് ഇവരെ സഹായിച്ച പൈസ കൊടുത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവരെ തിരിച്ച് ചീത്ത പറയുന്ന വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പ്. അന്നാണ് ഈ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി, കോവിഡിൻ്റെ ആ ടൈമാണെന്ന് തോന്നുന്നു, കൊല്ലം സുധി അല്ലെങ്കിൽ ഫാമിലി എന്ന് പറയുന്ന ആ ഒരു ഫാമിലി ഇത്രയധികം ആൾക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് അല്ലെങ്കിൽ എത്തുന്നതും അങ്ങനെയാണ്. ആ ഓഡിയോ ഒക്കെ പുറത്ത് വന്ന സമയത്താണ്. അതിനുശേഷമാണ് സുധി മരണപ്പെടുന്നതും പിന്നെ ഈ വീടിൻ്റെ കാര്യങ്ങൾ വരുന്നതും സ്ഥലത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ വരുന്നതും സ്ഥലം കിട്ടുന്നതും വീട് വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. കാലങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും സ്ഥലം കൊടുത്തയാളെയും വീട് വെച്ചു കൊടുത്തയാളെയും അതിനുവേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരാളെയും ഒക്കെ അറഞ്ചം പിറഞ്ചം സോഷ്യൽ മീഡിയയിലിട്ട് നാറ്റിച്ചു. അതിനുശേഷമാണ് ലക്ഷ്മി നക്ഷത്ര
അവരുടെ പേര് പറയുമ്പോൾ പണ്ട് ചിന്നു എന്ന് വിളിച്ചുകൊണ്ടിരുന്ന രേണു ഇപ്പോൾ ലക്ഷ്മി എന്ന് വിളിച്ചു തുടങ്ങി. പിന്നെ ഇവരെന്നൊക്കെ ആയി തുടങ്ങി. അവിടെയും ഒരു മാറ്റി നിർത്തലുണ്ട്. പിന്നെ ശ്രീതു ഇപ്പോൾ ഓഫ് കോഴ്സ് എല്ലാവരെയും രേണു തള്ളി പറയും. ഇന്ന് കൂടെ നിൽക്കുന്ന എല്ലാവരെയും ഞാൻ ഇന്നലത്തെ ആ കമൻറ്റിന് താഴെ ഞാൻ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നാളെ നിങ്ങളെ തള്ളിപ്പറയുന്നൊരു ദിവസം വരും എന്ന് വരെ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിനുവേണ്ടി കാത്തിരുന്നോളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സത്യമാണ്, നടക്കും, സംഭവിച്ചിരിക്കും. എഴുതി വെച്ചോളൂ നിങ്ങൾ. രേണു ഇപ്പോൾ കൂടെ നിൽക്കുന്നവരെയും തള്ളി പറയുന്ന ഒരു കാലം വരും. ഏകദേശം ഇന്നലെ അത് സംഭവിക്കുന്നത് ഞാൻ വിചാരിച്ചു. കാരണം സംസാരമൊക്കെ ആ ലെവലിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഈ എന്താ പറയുക സ്പോട്ട് ചെയ്തൊക്കെ അങ്ങ് പോയി. അപ്പോൾ ശ്രീതു ഇത് ഞങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി. ബാക്കി ഒന്ന്, ഞാൻ രേണു ശരിക്കും ഫ്രണ്ട് അല്ല. ഇതാണ് ജീനൻ വാസ്തവം എന്ന് പറഞ്ഞ് വിളിക്കൂലേ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഒരു 2-3 ദിവസത്തെ ഷൂട്ടിങ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഷൂട്ട് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഈ പറഞ്ഞ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സാപ്പ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1-2 തവണ വിളിച്ചിട്ടുണ്ട്. 2 ഡേയ്സ് മുന്നേ വാട്സപ്പിൽ ഞാൻ ഒരു ലിങ്ക് കണ്ടിട്ട് ഞാനിത് കോമഡി ആയിട്ട് തോന്നിട്ട് അയച്ചു കൊടുത്തു. തിരിച്ച് റിപ്ലൈ വന്നു. അപ്പോൾ ഇതാണ്. അപ്പോൾ അത് ഫ്രണ്ട്ഷിപ്പ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരാളെ കണ്ട് പരിചയം, നമ്മൾ കോൺടാക്ട് ഉണ്ട്, ആ ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ തമ്മിലുള്ളത്. അങ്ങനെ ഒരാൾക്ക് വേണ്ടി ഒരാൾ ഇത്രയൊക്കെ തെറി കേൾക്കുമോ, ഇങ്ങനെയൊക്കെ വാദിക്കുമോ? ഒരു ഫ്രണ്ട് അല്ലാത്തൊരാൾക്ക് വേണ്ടി. ഇപ്പോൾ മറ്റേ ആൾ സംസാരിക്കുന്നു പറഞ്ഞാൽ അവർ ഉറ്റ ചങ്ങാതിമാരാണെന്ന് രേണുവും പറയുന്നുണ്ട് ഇന്നലത്തെ വീഡിയോയിൽ. പക്ഷേ ശ്രീതുവും പറയുന്നു, രേണുവും പറയുന്നു എൻ്റെ ഫ്രണ്ടൊന്നും അല്ല എന്ന് നിങ്ങൾ രണ്ടുപേരും പറയുന്നു. അങ്ങനെ ഫ്രണ്ട് അല്ലാത്തൊരാൾക്ക് വേണ്ടി ഇത്രയൊക്കെ വാദിച്ച് ഇത്രയൊക്കെ തെറി കേട്ട്, ഒരു പക്ഷേ ശ്രീതു ഇത്രയധികം തെറി കേൾക്കുന്നത് രേണുവിനെ സപ്പോർട്ട് ചെയ്തതിന് ശേഷമായിരിക്കാം. അതിന് മുൻപ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ അതിന് തയ്യാറാവൂ? സുഹൃത്ത് പോലും അല്ലാത്തൊരാൾക്ക് വേണ്ടി ഇത്രയധികം തെറി, അതിനോട് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ രേണു അങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലേ ശ്രീതു ഇപ്പോൾ വന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് അല്ല എന്ന് പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ആവട്ടെ, അത് അവരുടെ മനസ്സിലെ ഒരു വിഷമം കൊണ്ട് അവർ പറയുന്നതായിരിക്കാം. നമുക്ക് ബാക്കിയേക്കാം. പിന്നെ രേണു ഈ എടുത്തടിച്ച് ഇങ്ങനെ പറഞ്ഞ ആ ഒരു സാധനം ഞാൻ 2 ഡേയ്സ് മുന്നേ ഇട്ട ഒരു വീഡിയോയുടെ റിയാക്ഷൻ ആണ് രേണുവിന്റെ ഫേസിൽ എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. അഫ്കോഴ്സ് ഇപ്പോൾ രേണു അങ്ങനെ പറഞ്ഞത് കൊണ്ടുള്ളൊരു റിയാക്ഷനായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ പറയുന്നത് രേണുവിൻ്റെ ഫ്രണ്ട് അല്ല, രേണു എൻ്റെ ഫ്രണ്ട് അല്ല എന്ന് പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ രണ്ടുപേരും പെട്ടെന്നുള്ള റിയാക്ഷൻ്റെ പുറത്തുണ്ടായ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അല്ലാതെ നിങ്ങൾ രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നു. രേണുവിൻ്റെ തെറ്റുകൾ ശ്രീതു ചൂണ്ടിക്കാണിച്ചപ്പോൾ രേണുവിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ ശ്രീതു ഫ്രണ്ട് അല്ലെന്ന് രേണു പറഞ്ഞു. ശ്രീതു ഫ്രണ്ട് അല്ലെന്ന് രേണു പറഞ്ഞപ്പോൾ ശ്രീതു വന്ന് പറയുന്നു രേണു എൻ്റെ ഫ്രണ്ട് അല്ലാന്ന്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലാതെ രണ്ടുപേരും സുഹൃത്തുക്കളൊക്കെ തന്നെയാണെന്നാണ് തോന്നുന്നത്. ബാക്കി ഞാൻ രേണുവിന് നെഗറ്റീവ് പറഞ്ഞ വീഡിയോയിട്ടില്ലേ, ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്ന ഓപ്പോസിറ്റ് റിയാക്ഷൻ ഇത് തന്നെയായിരിക്കും. ഞാനായാലും അത് തന്നെയായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് വിഷമമില്ലടേ. ഞാൻ ഒരു തെറ്റെന്ന് പറഞ്ഞതിൽ ഒരു പ്രശ്നവും ഇല്ല, ഒരു വിഷമവും ഇല്ല. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 1 രേണുവിന് വേണ്ടിയിട്ട്, 2 രേണുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട്, 3 ഡാനി സത്യൻ എന്ന് പറയുന്ന ബ്രോയ്ക്ക് വേണ്ടിയിട്ട്, 4 നമ്മുടെ ബിഷപ്പിന്റെ 1-2 കാര്യങ്ങളും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വീഡിയോ ലെങ്ത് ചെയ്യാൻ ഞാൻ 2 വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒറ്റ വീഡിയോ ആയിട്ട്. നമുക്ക് ആദ്യം രേണുവിന്റെ ഈ ഒരു കണ്ടന്റിലോട്ട് പോകാം. രേണു ഇട്ട ഈ ഒരു വീഡിയോ, സജീന എന്ന് പറയുന്ന അക്കൗണ്ടിൽ വന്ന ഈ ഒരു വീഡിയോ പാർട്ടായിട്ട് കട്ട് ചെയ്ത് തന്നെ ഞാൻ പറ്റിയാൽ ഇന്ന് തന്നെ വീഡിയോ ഇതിലേക്ക് ഞാൻ നാളെ ഇടും. അതും ഇത് മിക്സ് ചെയ്ത് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. രേണു പറഞ്ഞ ടോട്ടലി ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് എന്നെ പറഞ്ഞ് ഞാൻ ക്ലിയർ ചെയ്തേ. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് അവസാനിക്കില്ലെന്ന് തോന്നുന്നു. നാളെയും വീഡിയോ വരും. നമുക്ക് പണി തന്നെയാണ്. ശരി, ആയിക്കോട്ടെ. ബാക്കി സജീന ചേച്ചി വന്ന് ചോദിച്ചത് വേറൊന്നുമല്ല, രേണു നിന്നെ നെഗറ്റീവ് പറയുന്നവർക്കുള്ള മറുപടി എന്നല്ല പറഞ്ഞത്. നിന്നെ സപ്പോർട്ട് ചെയ്തവർക്ക് നീ കൊടുക്കേണ്ട മറുപടി. നിന്നെ സപ്പോർട്ട് ചെയ്തവർ ഇത്രയും നെഗറ്റീവ് വന്ന്, ഇപ്പോൾ ഞാനും സജീന ചേച്ചി ഇത്രയും ഒത്തിരി വീഡിയോസ് ഇട്ടിട്ട് ഞങ്ങൾക്ക് കൂടെ ഒത്തിരി പേര് നെഗറ്റീവാണ്. ഇന്നും നമുക്ക് ഇപ്പോഴും നെഗറ്റീവാണ്. അപ്പോൾ ആ ഒരു നെഗറ്റീവിലും നിന്നെ അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത കുറച്ച് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള മറുപടിയാണ് നിന്റെ അടുത്ത് ആ ഒരു വീഡിയോയിൽ ചോദിച്ചത്. നീ അങ്ങ് കാലിന്റെ പുറത്ത് കാല് വിട്ട് എന്താ വലിയൊരു നേതാവിനെ പോലെ നീ ആരടുത്താണ് കളിക്കുന്നത്? റെസ്പെക്ട് ചെയ്യേണ്ട. നിന്നെ നെഗറ്റീവ് പറയുന്നിടത്ത് നീ റെസ്പെക്ട് ചെയ്യേണ്ട. നിന്നെ ഇത്രയും ദിവസം സപ്പോർട്ട് ചെയ്ത കുറച്ച് പേരില്ലേ, അവരെങ്കിലും ഒന്ന് ബഹുമാനിച്ചൂടെ? എന്താണ് ഈ കിടന്ന് കാണിക്കുന്നത്? എന്താണ് കാണിക്കുന്നത്? സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ സങ്കടം തോന്നി. സജീന ചേച്ചിയുടെ സങ്കടം തോന്നി. ഇത്രയും ദിവസം ഇവളെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ ഓരോരുത്തരോട് എനിക്ക് വിഷമമാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്ത് വിലയാണ് കൊടുത്തിട്ടുള്ളത്? നിങ്ങൾക്ക് എന്ത് വിലയാണ് നീ അവർക്ക് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്? എന്ത് വിലയാണ്? ഇത്രയും നമ്മളും ചോദിക്കുന്നുള്ളൂ. സപ്പോർട്ട് ചെയ്തവർക്ക് പോലും യാതൊരു വിലയും കൊടുക്കാത്ത രേണു എങ്ങനെയാണ് ഒപ്പോസ് ചെയ്യുന്നവർക്ക് വില കൊടുക്കുന്നത്? എന്തായാലും ശ്രീതുവിൻ്റെ തിരിച്ചറിവിന് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കുറച്ച് വൈകിപ്പോയെങ്കിലും തിരിച്ചറിവുകൾ ഉണ്ടായല്ലോ എന്നോർത്തിട്ട്. ഇനി നാളെ ഇത് മാറുമോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. കാരണം ഇനി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ശ്രീതുവിന് തിരിച്ചറിവുണ്ടായി. ശ്രീതു നൈസായിട്ട് പിന്മാറിയിട്ടുണ്ട്. നാളെ ഇത് മാറുമോ, അല്ലെങ്കിൽ രേണു പോയിട്ട് ശ്രീതു അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ശ്രീതുവിൻ്റെ അഭിപ്രായം മാറുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ നിലവിൽ റിയാക്ഷൻ വീഡിയോ ചെയ്ത ആൾക്കാർക്ക് പറയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് ശ്രീതുവും പറയുന്നത്. രേണു ഇന്നലെ സംസാരിച്ച രീതികൾ, സംസാരിച്ച ടോൺ ഒന്നും ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടില്ല. രേണുവിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പോലും, ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ആൾക്കാർക്ക് പോലും അത് വെറുപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അഹങ്കാരത്തിൻ്റെ മൂർധന്യഭാവത്തിലാണ് രേണു ഇന്നലെ അവിടെ ഇരുന്നത്. ശരിക്കും രേണു അവിടെ അഹങ്കാരം തന്നെയാണ് കാണിച്ചത്. തന്നെ സ്നേഹിക്കുന്നു എന്ന് കരുതുന്ന, പറയുന്ന, അവർ പറയുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യരുതെന്ന് പറയണം എന്ന് പറയുന്നവരോട് പോലും രേണു പറയുന്നത് എന്താണ്? നെഗറ്റീവ് പറയുന്നവരോട് പോകാൻ പറ. ഞാൻ എന്താ ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. അവരവരുടെ പണിയൊക്കെ ഇരിക്കാൻ പറ.
സപ്പോർട്ട് ചെയ്തവരോടാണ് ഈ പറയുന്നത്. ഇന്നലെ വരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന ആൾക്കാരോട്, അല്ലെങ്കിൽ ഒരുപാട് കമൻറ്റ് കണ്ടു. ഞാൻ ഇന്നലെ വരെ അല്ലെങ്കിൽ ഈ നിമിഷം വരെ രേണുവിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് പേരോട് വാദിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ സംസാരം കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി. ഇനി ഒരിക്കലും രേണുവിനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ ഒരുപാട് കമൻറ്റുകൾ ആ കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്താ അറിയോ, ഞാൻ ആദ്യമായിട്ടാണ് സ്വന്തമായിട്ട് വീഡിയോ ഇട്ടിട്ട് തെറി കേൾക്കുന്ന ആൾക്കാരെ കാണുന്നത്. 1-2 തെറികളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കമൻറ്റ് ബോക്സ് ഫുള്ള് തെറി കേൾക്കുന്ന ആൾക്കാരെ കാണുന്നത് വളരെ റീസെൻ്റ് ആയിട്ടാണ്. എനിവേ, രേണുവിൻ്റെ കഥകൾ ഇനിയും തുടരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രേണു മാറാൻ പോകുന്നില്ല, മാറത്തില്ല. പക്ഷേ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്നാണോ രേണുവിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാകുന്നത്, അതായത് ഒന്ന് ഒതുങ്ങുന്നത്, അതുവരെയും നമ്മളിത് തുടർന്നുകൊണ്ടിരിക്കും. കാണുന്ന കാഴ്ചകൾ പറഞ്ഞുകൊണ്ടിരിക്കും. രേണുവിന് മാത്രമല്ല, ആരുടെ കാര്യമായാലും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവരുടെ വിഷയം എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുക്കുന്നത് ചോദിച്ചാൽ, നന്ദിയില്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ടാണ്. ഒരല്പം പോലും ആരോടും നന്ദിയോ കമ്മിറ്റ്മെൻറ്റോ ഇല്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ട്. ആ കുഞ്ഞിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ യാതൊരു കൺസേണും തോന്നേണ്ട കാര്യമില്ല. പക്ഷേ ഒരു കുട്ടിയാണ്, അതിന് അമ്മയുടെ സ്നേഹം കിട്ടേണ്ട സമയത്ത് എനിക്കറിയില്ല ഏതൊരു അമ്മയ്ക്കാണ് അതിനെ കഴിയുന്നതെന്നുള്ളത്. ബിഗ് ബോസിലായിരുന്ന സമയത്ത് ഇവരെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്ക് കുഞ്ഞിനെ കാണണം, ഋതപ്പനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി ഇപ്പോൾ അവർക്ക് ഋതപ്പനെ കാണണ്ട. അപ്പോൾ പറയും വീഡിയോ കോൾ ചെയ്യാമല്ലോ. ഒരു പരിധിയില്ലേ വീഡിയോ കോൾ ചെയ്തൊക്കെ കുഞ്ഞിനോട് സംസാരിക്കുന്നത്? ആ കുഞ്ഞിന്, എനിക്ക് തോന്നുന്നു ആ കുഞ്ഞ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കിച്ചു ആ വീട്ടിൽ വരുമ്പോഴാണ്. കഴിഞ്ഞ ദിവസം കിച്ചുൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ കുഞ്ഞിനെയും കൊണ്ട് സ്കൂളിൽ പോകുന്നത്. അതിനകത്ത് കുറേ മോട്ടോർ വെഹിക്കിൾ വയലേഷനൊക്കെ നടന്നിട്ടുണ്ട്. നമ്മൾ അതേക്കുറിച്ച് സംസാരിക്കുന്നില്ല, പോട്ടെ. പക്ഷേ ആ ഋതപ്പൻ്റെ സന്തോഷം കാണണം. കിച്ചു വീട്ടിൽ വരുമ്പോൾ മാത്രമാണ് അവൻ ഹാപ്പി ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ബാക്കി ഈ രേണു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പോലും ഈ മോൻ പുറകെ നിന്ന് സംസാരിക്കും, അമ്മ നാളെ അമ്മയുടെ ഉണ്ടാവില്ലേ? ഇല്ല മോനെ, നാളെ അമ്മയ്ക്ക് ഷൂട്ടിന് പോകണം. സ്വന്തം മോനെ നോക്കാൻ സമയമില്ലാത്ത എന്ത് ഷൂട്ടാണ്, എന്നിട്ട് പറയും മോന് വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെടുന്നതെന്ന് പറയും. ആ കുഞ്ഞിന് അമ്മയുടെ സ്നേഹം കിട്ടേണ്ട സമയത്ത് അത് കിട്ടാതെ ആ കുഞ്ഞിനെ എന്തുണ്ടാക്കി കൊടുത്തിട്ട് എന്താ കാര്യം? നാളെ അവൻ തിരിഞ്ഞെന്ന് ചോദിക്കും, നിങ്ങൾ എനിക്ക് വേണ്ടി എന്തുണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത്. കുറേ സ്വത്തുക്കളോ അല്ലെങ്കിൽ കുറേ വീടുകളോ വെച്ചിട്ട് കാര്യമില്ല. അതിന് സ്നേഹമാണ് കൊടുക്കേണ്ടത്. അപ്പൂപ്പൻ്റെ അമ്മയുടെ സ്നേഹമല്ല വേണ്ടത്, സ്വന്തം അമ്മയുടെ സ്നേഹമാണ് വേണ്ടത്. അത് കൊടുക്കാൻ രേണുവിന് സമയമില്ല. ആ സമയം രേണു മറ്റുള്ളവർക്ക് ഭക്ഷണം വാരി കൊടുക്കുക, ഈ പരിപാടികൾക്കുള്ള തിരക്കിലാണ്. എനിവേ, അതൊക്കെ അവരുടെ കാര്യം, നമ്മൾ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ശ്രീതുവിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ശ്രീതു പറയുന്നുണ്ടെങ്കിൽ പോലും, കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടാകും. കാരണം ചങ്കായിട്ട് കാണുന്ന ആൾക്കാർ തള്ളിപ്പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ, അത് വല്ലാത്തൊരു വിഷമമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.